ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് റവ കൊണ്ട് എങ്ങനെയാണ് പൊരിച്ചപ്പത്തി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിലേക്ക് ആവശ്യമായ തേങ്ങ ചിരകിയത്, ചെറിയുള്ളി, പച്ചമുളക് നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് പിന്നെ ചെറിയുള്ളി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. കാരണം നന്നായിട്ട് അരിഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കതൊന്ന് കടിക്കണം, അതായത് കുറച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പത്തൊരു പാത്രം വയ്ക്കാം. ഇതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണോ എടുക്കുന്നത്, എത്രയാണോ പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെള്ളം ചേർക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നല്ല ജീരകം ഉണ്ടാവുമല്ലോ, നല്ല ജീരകം ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൊടി ആയതുകൊണ്ടാണ് ഞാൻ പൊടി ചേർത്തത്. ശരിക്കും നമ്മൾ നേരത്തെ അരപ്പ് അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ജീരകം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അടിച്ച് ഇതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് റവയാണ്. റവ ഞാൻ 3 കപ്പ് വെള്ളത്തിന് 2 കപ്പ് റവയാണ് ഇവിടെ ചേർക്കുന്നത്. റവ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അതിലേക്ക് പാകത്തിനനുസരിച്ചിട്ട് മൈദ ചേർത്ത് കൊടുക്കണം. മൈദ നമുക്ക് അതിന് ആ ഒരു കൺസിസ്റ്റൻസി റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു പാകത്തിന് മൈദ ചേർത്ത് കൊടുക്കാം. പൊടിയുടെ നോക്കിയിട്ട് നിങ്ങൾ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം നമ്മളതൊന്ന് അതിലേക്ക് നിങ്ങൾക്ക് എള്ളുണ്ടെങ്കിൽ എള്ള് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല രീതിക്കൊന്ന് പരത്തിയെടുക്കാം. കനം കുറയ്ക്കരുത്, അത്യാവശ്യത്തിനുള്ള കട്ടി വേണം. ഞാനിതാ ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഈ ഒരു സൈസിലാണ്. അല്ല നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പാത്രത്തിൻ്റെ സൈസ് മാറ്റിയാൽ മതി. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായി തിളച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി റെഡി ആവില്ല. നന്നായി ഓയിൽ ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ളൊരു പാനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രിപ്പിൽ തന്നെ 5 or 6 പൊരിച്ചെടുക്കാവുന്നതാണ്. ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ മറ്റേ സൈഡും മുരിച്ചെടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് വേവ് കിട്ടത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് പാകം നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കണം. ഇത് ഈവനിങ് സ്നാക്സായോ ബ്രേക്ക്ഫാസ്റ്റ് ആയോ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയോ അല്ലെങ്കിൽ സ്റ്റൂവോ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂട്ടി കഴിക്കാൻ. അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ഗോൾഡൻ കളറാക്കണം. ഒന്നുകൂടെ മുരിയാനാണ്. ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ ഇതായിട്ടുള്ളൂ. നമുക്കൊന്നത് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമുക്കിതാ ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കളറ്. ഈ ഒരു കളറാവുമ്പോൾ നിങ്ങൾക്ക് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഇതുപോലെ കളറാക്കി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ പൊരിച്ച പത്തിരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേവിയുടെ കൂടെയോ അല്ലെങ്കിൽ പ്ലെയിനായിട്ടോ എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഒരു കട്ടൻ ചായയുടെ കൂടെ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.